നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അതിവേഗ നടപടികൾ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സ്ഥാനത്ത് നിന്നും സുബോധ് കുമാർ സിംഗിനെ നീക്കിയതടക്കമുള്ള നടപടികളാണ് സ്വീകരിച്ചത്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച പുറത്തുവന്നതോടെ അതിവേഗത്തിലാണ് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സ്ഥാനത്തു നിന്നും സുബോധ് കുമാർ സിംഗിനെ നീക്കി. പകരം റിട്ടയർഡ് IAS ഓഫീസർ പ്രദീപ് സിംഗ് ഖരോലയ്ക്ക് താൽക്കാലിക ചുമതല നൽകി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷകൾ സുതാര്യവും സത്യസന്ധവും തടസ്സരഹിതവുമായി നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല സമിതിക്കും രൂപം നൽകി. ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് 7-അംഗ സമിതി. പൊതുപരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനുള്ള പരിഷ്കാരങ്ങൾ സമിതി നിർദ്ദേശിക്കും. നീറ്റ് യുജി, UGC, നെറ്റ് പരീക്ഷകളുടെ നടത്തിപ്പിലുണ്ടായ വീഴ്ചകളും സമിതി അന്വേഷിക്കും. സമിതിയുടെ ആദ്യ യോഗം ഇന്ന് നടക്കും. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ 17 പേരെ കൂടി ഭാവിയിൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡിബാർ ചെയ്തു. നേരത്തെ 63 പേരെ ഡിബാർ ചെയ്തിരുന്നു. രാജ്യത്ത് മത്സര പരീക്ഷകളിലെ ക്രമക്കേട് തടയാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത നിയമവും പരീക്ഷാ ക്രമക്കേടുകൾ തടയാൻ സഹായിക്കും. മത്സര പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടത്തുന്നവർക്ക് 10 വർഷം തടവും 1 കോടി രൂപ വരെ പിഴയും നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പൊതുപരീക്ഷ അന്യായ മാർഗങ്ങൾ തടയൽ നിയമം 2024 എന്നതാണ് ഇതിന്റെ പേര്. UPSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ്, ബാങ്കിംഗ് റിക്രൂട്ട്മെന്റ് പരീക്ഷകളും NDA നടത്തുന്ന പരീക്ഷകളും നിയമത്തിന്റെ പരിധിയിൽ വരും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.